കുറേ ആൾക്കാർ റോങ് ട്രേഡ്സ് അല്ലെങ്കിൽ ഇമോഷൻ ബേസ് ചെയ്തിട്ട് ലോസൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ആപ്പും കയ്യിലുണ്ട്, ഫണ്ടും ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പല കളികൾ, അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ കോൾ ആൻഡ് ട്രേഡോട് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പം ആക്ച്വലി നമ്മൾ ഡീലിംഗ് ആണ്, മീൻസ് ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുക. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ പറ്റും? ഇല്ല, നടക്കില്ല. എന്നുവെച്ചാൽ എക്സ്ചേഞ്ചിൻ്റെ റൂളുണ്ട്, നമുക്ക് റെക്കോർഡിക്കലി വേണമെന്നുള്ള കമ്പൽസറി ആണ്. നമ്മൾ ചെയ്യാറ് എപ്പോഴെന്ന് ചോദിച്ചാൽ നമുക്ക് സെബി രജിസ്റ്റേർഡ് ആയ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സോ അല്ലെങ്കിൽ റീസെർച്ച് അനലിസ്റ്റോ അവരത് ആവറേജ് ചെയ്യാൻ പറയുമ്പോൾ മാത്രമാണ് നമ്മളത് ചെയ്യാറുള്ളത്. YFL സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ അഡ്വൈസേഴ്സ് മാത്രമേ നിങ്ങൾ കൊടുക്കലുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളതായ പല ഐഡിയാസും വന്നേക്കാം. ഇത് നിങ്ങൾ ക്ലയൻറ്റിനെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കാറുണ്ടോ? കഴിഞ്ഞൊരു 5 മാസമായിട്ട് ക്യാപിറ്റെക്സിൻ്റെ പേജിൽ ഡെയിലി ഈവനിങ് ആകുമ്പോൾ ഒരു 6 ഒക്കെ ആകുമ്പം ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന 2 മുഖങ്ങളാണ്. അപ്പം നമ്മൾ ഓഡിയൻസിന്, നമ്മളെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താണ് ക്യാപിറ്റെക്സിൽ ചെയ്യുന്നത്, വാട്ട് ഇസ് യുവർ റോൾ, എന്താണ്, ഏത് പൊസിഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? നമ്മളിപ്പം ആക്ച്വലി നമ്മൾ ഡീലിംഗ് ആണ്, മീൻസ് ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുക, കോൾ ആൻഡ് ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ക്ലയൻസ് ഉണ്ടാവും. ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊന്നും ഈ ഓൺലൈൻ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ത്രൂ ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ടൈം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ നമ്മളെ കോൾ ചെയ്ത് ഏത് സ്റ്റോക്കാണ് വാങ്ങേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഫോൺ ത്രൂ റെക്കോർഡിക്കലായിരിക്കും ഫോൺ. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ പോരാ? ഇല്ല, നടക്കില്ല. എന്നുവെച്ചാൽ എക്സ്ചേഞ്ചിൻ്റെ റൂളുണ്ട്, നമുക്ക് റെക്കോർഡിക്കലി വേണമെന്നുള്ള കമ്പൽസറി ആണ്. അപ്പോൾ അതിനാണ് ഈ കോൾ ആൻഡ് ട്രേഡ് നിങ്ങൾ ഉദ്ദേശിച്ചത്. യെസ്. അപ്പം നിങ്ങളാണ് ആ അഡ്വൈസ് കൊടുക്കുന്നത്? എന്താണ് ഇപ്പോൾ എത്ര ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ? ഐ മീൻ നിങ്ങളെപ്പോലെ എത്ര ആൾക്കാരുണ്ട് ക്യാപിറ്റെക്സിൽ? അല്ല, ഇത് നമ്മൾ ഈ അഡ്വൈസ് കൊടുക്കുന്നത് നമ്മളല്ല, ബട്ട് ഇതിൽ ഡീൽ ചെയ്യുന്നത് നമ്മളാണ്. കാരണം നമ്മൾ NISM സീരീസ് 8 സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഡീലേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് ട്രേഡ്സിൻ്റെ കോള് വരുന്നതെന്ന് പറഞ്ഞാൽ സെബി രജിസ്റ്റേർഡ് ആയ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സും ഈ റിസർച്ച് അനലിസ്റ്റുകളുടെയും അവർ മാർക്കറ്റിൽ തോറോലി റിസർച്ച് ചെയ്ത് മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ ഓക്കെ എന്ന് കണ്ടിട്ടാണ് അവർ നമുക്ക് കോൾസ് തരുന്നത്. അപ്പോൾ നമുക്ക് ആ കോൾസ് ഇപ്പം നമ്മൾ പാസ്റ്റ് ഒരു 3 months നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5 to 8% നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ക്ലയൻസിന്. 5 to 8% റിട്ടേൺസ് യെസ്, പാസ്റ്റ് 3 months. സോ ജാനുവരി മുതൽ നിങ്ങളിത് ചെയ്യുന്നുണ്ട്. ജാനുവരി മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീഡിയോയിൽ നോക്കാൻ പറ്റും, തെറ്റില്ലാത്തപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത പ്രോഫിറ്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അബൌവ് 7 lakhs ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതൊരു 40 lakhs അക്കൗണ്ടിനാണ് 7 lakhs ജനറേറ്റ് ചെയ്തത്. ക്വൈറ്റ് ഗുഡ്. ഒരു 18% പൂളിൽ എന്തായി റിട്ടേൺസ് ആയി. അത് പ്രോപ്പർ ഈ കോൾ ആൻഡ് ട്രേഡിൻ്റെ മാത്രമാണ് നിങ്ങൾ പറയുന്നത്. യെസ്. അപ്പോൾ കോൾ ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സിനെ വിളിക്കും. നിങ്ങൾ പറഞ്ഞില്ലേ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുകളാണ് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നതെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ സെബി, ആരടുത്ത് നിന്നൊക്കെയാണ് നിങ്ങളിത് എടുക്കുന്നത്? ഹൗ ക്യാൻ ദേ വെരിഫൈ ഇറ്റ്സ് ഫ്രം എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്? കാരണം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും, ടെലിഗ്രാമിലാവട്ടെ പല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ട് പല പല സ്കാം മെസ്സേജസ് വരുന്നുണ്ട്. ഹൗ ക്യാൻ വി വെരിഫൈ ഇറ്റ് ഇസ് ഫ്രം എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് എന്നുള്ളത്? നമുക്ക് IFL ഭാഗത്തു നിന്നും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ID-യിലും പിന്നെ അവരുടെ ടെലിഗ്രാം ചാനലിലും ആണ് നമുക്ക് ഇത് കോൾസ് വരാറുള്ളത് സാധാരണ. YFL സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ അഡ്വൈസസ് മാത്രമേ നിങ്ങൾ കൊടുക്കലുള്ളൂ? അതെ. അപ്പോൾ നിങ്ങളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിളിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും, ട്രേഡ് ചെയ്യിക്കും. ഇത് എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ മൊബൈലിൽ ആപ്പിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ കോൾ ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ? കോൾ ആൻഡ് ട്രേഡൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന പഴയ ഇംഗ്ലീഷ് മൂവീസിൽ, അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമെന്ത് ആൾക്കാർ വിളിക്കുക, കുറേ ഇരുന്ന് ഷൗട്ട് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റമാണോ? എന്താണ് ഇവിടെ നിന്ന് നടക്കുന്നത്? ഇപ്പം ക്യാപിറ്റെക്സിനുള്ളിൽ കോൾ ആൻഡ് ട്രേഡ് ഉണ്ടെന്ന് ഇപ്പം കഴിഞ്ഞൊരു 5 മാസമായിട്ട് നമ്മളെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മളെ വ്യൂ ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടാവും. നിങ്ങൾ വന്നിട്ട് ഈവനിങ് ആകുമ്പം പറയുന്നത് ഓക്കെ ഇന്ന് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുകളിൽ നിന്നും വന്ന കോൾസ് ഇതാണ്, ഇത് നമ്മൾ വാങ്ങി, ഇത് വിറ്റു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കോവിഡിൻ്റെ മുന്നേ ആണെങ്കിൽ ഒരു RM ഇരിക്കുകയാണെങ്കിൽ അവരുടെ ചുറ്റും ഒരു 10 പേരെങ്കിലും കുറഞ്ഞ ആൾക്കാരുണ്ടാവും, ക്ലയൻസ് ഉണ്ടാവും. ഇപ്പോൾ ആ കോവിഡിന് ശേഷം അതെല്ലാം പോയി. ഇപ്പം കോൾ ആൻഡ് ട്രേഡ് എന്നുള്ള രീതിയിലേക്ക് മാറി. മീൻസ് ആരും ഓഫീസിലേക്ക് വരാതെ എല്ലാവരും ഫോൺ ത്രൂ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്.
അപ്പം ക്ലയൻസ് ചോദിക്കുന്നത് ഇപ്പം അവർ ഓരോ കാര്യത്തിലും ചിലപ്പം മാർക്കറ്റിൻ്റെ ഇതിൽ പാനിക്കാവും. അപ്പം നമ്മളടുത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പം നമ്മളതനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഫണ്ടമെൻ്റലി എങ്ങനെയാണ് ആ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം അശ്വിൻ, എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്? ഇപ്പം നിങ്ങൾ കോൾ ആൻഡ് ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിലപ്പം കൺവീനിയൻ്റ് ആയി തോന്നുക, ഓക്കെ, ഞാൻ എന്തിനിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഈ ട്രേഡ് ഇടിയിപ്പിക്കണം, എനിക്ക് തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ആപ്പ് ഉണ്ട്, സിമ്പിളാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. കാരണം 70-80 എത്ര പ്രായമുള്ള ഒരാൾക്ക് വരെ ഇപ്പോൾ ഈസി ആയിട്ട് ടെക്നോളജി എന്ന് പറയുന്ന സംഭവം വല്ലാതെ മാറി. അത് ശരിയാണ്. അപ്പം അതിലെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലയൻസിന് ഇപ്പം രാവിലെ 9 മണി മുതൽ 3:30 വരെ ഈ സ്ക്രീനിൽ മുന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പല സ്റ്റോക്സും എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓവർ ട്രേഡിങ് 2019-2020 ശേഷം ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ SEBI ചെയർപേഴ്സണും അതല്ലാതെ തന്നെ ഡാറ്റാസ് തന്നെ പറയുന്നുണ്ട്, വോളിയം അടിച്ചു കയറിയുന്നത്. മെയിൻ റീസൺ ആപ്പാണ്. ഐ മീൻ സ്ക്രീൻ ടൈം കൂടി എന്നുള്ളത് തന്നെയാണ്. സ്ക്രീൻ ടൈം, നമ്മൾ നോർമൽ സ്ക്രീൻ ടൈമിന്റെ ഡിസഡ്വാൻറ്റേജ് ട്രേഡിങ്ങിലുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ 1-2 മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 സ്റ്റോക്സ് എടുക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ട്രേഡ് എടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതൊരു നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? അതെ, ഇത് തന്നെയാണ്, കോൾ ആൻഡ് ട്രേഡ് തന്നെയാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കസ്റ്റമേഴ്സിനെ വിളിക്കും. നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ആ കസ്റ്റമേഴ്സിനെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഏതൊരു കസ്റ്റമർ ആണെങ്കിലും നിങ്ങൾ വിളിച്ചിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഇതിൻ്റെ റെസ്പോൺസ്? എങ്ങനെയുണ്ട്? കഴിഞ്ഞൊരു 6 months 5 months ആയി നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ തന്നെ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന മോർ ദാൻ ഒരു 80 ക്ലയൻസിൻ്റെ മേലെ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഡീലേഴ്സ് ആണ് ഇതിന് പണ്ട് മുതലേ വിളിക്കുന്ന പേര്. അതെ. ഓക്കെ, നിങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന വരെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യും, 3:30 വരെ മാർക്കറ്റ് ഉണ്ടാവും. അതൊരു നിങ്ങൾ ഫുൾ ടൈം മാർക്കറ്റിൻ്റെ മുന്നിൽ സ്ക്രീനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അതെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളതായ പല ഐഡിയാസും വന്നേക്കാം. ഇത് നിങ്ങൾ ക്ലയൻറ്റിനെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കാറുണ്ടോ? നമ്മൾ ഒരിക്കലും പ്രഷർ ചെയ്യാറില്ല ക്ലയൻസിനെ. നിങ്ങൾക്ക് വരുന്ന കോൾസ്, നിങ്ങൾക്ക് വരുന്ന അഡ്വൈസസ്, SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ അഡ്വൈസസ് നിങ്ങൾ എങ്ങനെയാണ് അപ്പം പാസ് ചെയ്യുക? ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇന്നിപ്പം ടാറ്റ മോട്ടോർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബൈ ചെയ്യാൻ വന്നു, അല്ലെങ്കിൽ മാരുതി വന്നു, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഇപ്പം ഞാൻ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്, ഞാൻ പേഴ്സണലി ചെയ്തപ്പം IOC BPCL പെട്രോൾ ഒക്കെ വന്നിരുന്നു. ആ സമയം ഇങ്ങനെ ഒരു 3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാറ്? പൊതുവെ എന്ത് ചെയ്യും? നമ്മൾ ക്ലയൻസിന്, നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 80 ക്ലയൻസ് ഉണ്ട്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്. അതല്ലാതെ നമ്മൾ ക്ലയൻസിനെ ഡയറക്റ്റ് നമ്മൾ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും, ഇങ്ങനെ കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഏത് എടുക്കണം എന്നുള്ളത് ആരാ തീരുമാനിക്കുക? ക്ലയൻ്റ് ആണോ നിങ്ങളാണ്? നമ്മൾ പറയും, അതിൽ ക്ലയൻറ്റിൻ്റെ ഒരു ഡിസിഷൻ ഉണ്ടാവും, നമ്മളും പറഞ്ഞു കൊടുക്കും. എൻ്റെ ഡിസിഷൻ എന്തായാലും ക്ലയൻ്റ് ആണ് വരുന്നത്. ക്ലയൻറ്റിൻ്റെ ഡിസിഷൻ വരാം. ക്ലയൻറ്റിൻ്റെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ ബ്രോക്കറേജ് ചാർജസ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്? അത് വോളിയം അനുസരിച്ചിട്ട്, ഓരോ ക്ലയൻറ്റ് ചെയ്യുന്ന വോളിയം അനുസരിച്ചിട്ട്. ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് പലരെയും പല സമയങ്ങളിലായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. മാർക്കറ്റ് മുകളിലേക്ക് നന്നായിട്ട് പോകുന്നത്, താഴത്തേക്ക് പോകുന്നത്, ചില സമയം മൂവ്മെൻറ്റ് ഇല്ലാണ്ട് എടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഈ കോൾ ആൻഡ് ട്രേഡോട് കൂടി എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ റിസ്കുകളൊക്കെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? എന്നുവെച്ചാൽ അധിക ക്ലയൻസും പാനിക്കായിരിക്കും ഈ ഒരു കാര്യത്തിൽ. അപ്പം നമുക്ക് വരുന്ന SEBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകൾ തരുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലയൻസിന് ഷെയർ ചെയ്യും. ഇന്ന് ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിനെയും സ്റ്റോക്ക് മാർക്കറ്റിന് ഒരിക്കലും 100% ഗ്യാരണ്ടി ഇല്ല, ഒന്നിനും 100% ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ ഞാൻ പോയിട്ട് നാളെ ഒരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ തുറക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അത് 100% അതെന്താവും വിജയിക്കുമെന്നുള്ളത് ഒരു ഉറപ്പും നമുക്കില്ല. അപ്പം അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒരു സാധനവും ആർക്കും ഗ്യാരണ്ടി ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ സൈഡിൽ നിന്നും ഇതുപോലെ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നഷ്ടങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്? നമുക്കിവിടെ ഓൾറെഡി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇമോഷൻസും പിന്നെ സ്റ്റോപ്പ് ലോസും ആണ്. നമുക്ക് റിസ്ക് നമുക്ക് ഓൾറെഡി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കസ്റ്റമർ ഒരു സാധനം വാങ്ങുന്നതിന് മുന്നേ അറിയാൻ പറ്റും എത്രത്തോളം റിസ്ക് ആ കസ്റ്റമർ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അഡ്വൈസർ ആദ്യം നിങ്ങൾക്ക് പറയും ഇത്ര നഷ്ടം വന്നാൽ ഒഴിവാക്കണം എന്നുള്ളത് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ കസ്റ്റമേഴ്സിന്? ഇല്ല. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നമ്പർ 1 പോയിന്റ് അതാണ്, നമുക്ക് റിട്ടേൺസ് ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. പാസ്റ്റ് പെർഫോമൻസ് അനുസരിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. യെസ്.
ഇപ്പം ഒരു സ്റ്റോക്ക് വീണുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ലെറ്റ്സ് കഴിഞ്ഞ ഡിസംബർ ജാനുവരി ടൈമിൽ നിഫ്റ്റി 26,000 ആയിരുന്നു. മാർച്ച് എൻഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി 22,000 വീണു. അപ്പം നിങ്ങൾ വീഡിയോസിൽ നിങ്ങൾ പറയുന്നത് നിഫ്റ്റി ഓവർ പ്രൈസ്ഡ് ആണ്, ഒന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ലെറ്റ്സ് ഒരു 24,000 25,000 എത്തിയപ്പോൾ നിങ്ങൾ നിഫ്റ്റി ഒരു ലോട്ട് വാങ്ങിപ്പിച്ചത് വിചാരിക്കുക, നിഫ്റ്റി വാങ്ങി ഇത് പിന്നെ താഴെ പോയ സമയം നിങ്ങൾ ആവറേജ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത്? നിങ്ങൾ അഡ്വൈസേഴ്സ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിത് ആവറേജ് ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാറുണ്ട്, ബട്ട് പൊതുവേ കുറവാണ്. നമ്മൾ ചെയ്യാറ് എപ്പോഴെന്ന് ചോദിച്ചാൽ നമുക്ക് സെബി രജിസ്റ്റേർഡ് ആയ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സോ അല്ലെങ്കിൽ റീസെർച്ച് അനലിസ്റ്റോ അവരത് ആവറേജ് ചെയ്യാൻ പറയുമ്പോൾ മാത്രമാണ് നമ്മളത് ചെയ്യാറുള്ളത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാറുള്ളത്. മാർക്കറ്റിൻ്റെ അപ്പം ഈ പറഞ്ഞ ഫ്ലക്ച്വേഷൻസിലൊക്കെ ഓവർ ട്രേഡ് ചെയ്യാന്നുള്ളൊരു ടെൻഡൻസി മാറ്റാന്നുള്ളത് തന്നെയാണ് ഈ കോൾ ആൻഡ് ട്രേഡിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. യെസ്. ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്സ് നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും എത്രയോ നല്ല പെർഫോമൻസ് ഉള്ള മാർക്കറ്റ് നമുക്ക് പുറത്തുണ്ട്. സോ വൈ ഷുഡ് വി ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്? ഈ ഒരൊറ്റ കാര്യത്തിൽ ഞാൻ ഒരു രീതിയിലും തർക്കം പിടിക്കുന്നില്ല. ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ AI ആവട്ടെ, സെമി കണ്ടക്ടർ ചിപ്സ് ആവട്ടെ, പല കാര്യങ്ങളും അടിച്ചു കയറി. കഴിഞ്ഞൊരു കൊല്ലമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗ്രോത്താണ് IT-യിൽ ഈ NVIDIA-യും അതുപോലെ ബാക്കിയുള്ള കമ്പനീസ്, AI ഡ്രിവൺ കമ്പനീസും സെമി കണ്ടക്ടേഴ്സും മെമ്മറി കാർഡ്സിൻ്റെയും സ്റ്റോക്ക് കൊണ്ട് അടിച്ചത് കയറിയത്. പക്ഷേ അത് എത്ര കാലത്തോളം അത് ഉണ്ടാവും എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം ഒരു കഴിഞ്ഞൊരു 50 അല്ലെങ്കിൽ 70 ഇയേഴ്സ് ബാക്കോട്ട് നോക്കിയാൽ 1949 മുതൽ 1990 വരെ വെസ്റ്റേൺ യൂറോപ്പ് ആൻഡ് വെസ്റ്റേൺ കൺട്രീസിൻ്റെ ടൈമായിരുന്നു. അതിനുശേഷം ചൈന കയറി. ഇപ്പോൾ ഇന്ത്യൻ്റെ ടൈമാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ പോപ്പുലേഷനാണ്. നമുക്ക് ഇന്ന് ഇവിടെ 140 കോടിന് പരം ജനങ്ങളുണ്ട്. എന്തൊരു സാധനം ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് കൺസ്യൂം ചെയ്യണ്ടേ? കൺസംഷൻ മാർക്കറ്റ് ഇസ് വെരി ഹൈ. ഇന്ത്യയിൽ അത്രയും വലിയ മാനുഫാക്ചറിങ് കൺസംഷൻ അത്രയും ഹൈ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള ആൾക്കാർ കുറച്ച് വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടും. ഇവിടെയുള്ള ആൾക്കാർ ഓരോന്ന് കൺസ്യൂം ചെയ്യുമ്പം അതിന് ചുറ്റുപാടുമായിട്ടുള്ള എല്ലാ സാധനവും. അപ്പം ഇവിടെ ഒരു സേഫ് ബെറ്റാണ് ഇപ്പോൾ ഇന്ത്യ. ഒരു സേഫായിട്ട് 15-17 അല്ലെങ്കിൽ ഒരു 18% പെർ ആനം ആവറേജ് റിട്ടേൺസ് ഒരു 30 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാണ്. ഒരു 15-16% റിട്ടേൺസ് മതിയെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ലോട്ടറി എന്നുള്ളൊരു മൂഡ് പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് 15-16% ആനുവൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ 4-4.5 കൊല്ലം കൊണ്ടാണ് നിങ്ങളെ പൈസ ഡബിൾ ആവുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിൽ വരുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് സേഫായിട്ട് 4.5 കൊല്ലം കൊണ്ട് ഡബിൾ ആവുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 5 ലാഖ് ഇന്ന് കണ്ണും പൂട്ടി ഒരു 10 സ്റ്റോക്കിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ണും പൂട്ടി പറഞ്ഞാൽ നല്ല റിസർച്ചോടുകൂടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർ റീബാലൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 4.5 കൊല്ലം കൊണ്ട് അത് എന്താകുന്നത് 10 ലക്ഷം ആവും. പിന്നെ 10 20, 20, 40, പിന്നെ 80, 160 അതങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പം ഇന്ത്യയിൽ വൈ നോട്ട്? എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. എന്തിന് നിങ്ങളുടെ അടുത്തേക്ക് വരണം ഇവിടെ? കാരണം വേറെ കുറേ 10, 20, 25 വർഷമായിട്ട് ബ്രോക്കിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്. എന്തിന് നിങ്ങളുടെ അടുത്തേക്ക് വരണം? ഒരാൾ അക്കൗണ്ട് തുടങ്ങി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യണം, അല്ലെങ്കിൽ കോൾ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈ നിങ്ങളുടെ അടുത്തേക്ക്? ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം അവർ ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്. അവർ ഓൺലൈൻ ത്രൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അവർ സ്വന്തമായിട്ട് ട്രേഡിംഗ് പഠിക്കുന്നു, ചെയ്യുന്നു. അപ്പം അതിൽ ഇവർക്ക് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല, ആക്ച്വലി അറിയില്ല. അപ്പം ഇവർ ഓവറായിട്ട് അതിൽ ട്രേഡ്സും കാര്യങ്ങളൊക്കെ വന്ന് ട്രേഡിങ് അതെന്തായാലും നടക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊന്നും ഇല്ലാതിരിക്കാനും പ്രോപ്പറായിട്ടുള്ള വേയിലൂടെ പോകാനും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിൻഡെക്സിനെ കോൺടാക്ട്. നിങ്ങൾ ഈ കോൾ ആൻഡ് ട്രേഡ് സെഗ്മെന്റിലേക്ക് വരണമെങ്കിൽ ഇത്ര മിനിമം ക്യാപിറ്റൽ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ക്യാപിറ്റൽ നിർബന്ധമൊന്നുമില്ല. ഒരു 10,000 രൂപ ഇട്ട് ഒരാൾ വരാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കും? ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിന് തുല്യമായ 10,000 രൂപയ്ക്ക് എത്ര സ്റ്റോക്ക് വാങ്ങാൻ പറ്റുന്നോ, അല്ലെങ്കിൽ എത്ര ഡൈവേഴ്സിഫിക്കേഷൻ നടത്താൻ പറ്റുന്നോ, എത്ര ക്വാണ്ടിറ്റി, അത്ര കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കും? ചെയ്ത് കൊടുക്കും. സെയിം സർവീസ് എല്ലാവർക്കും കൊടുക്കും. അതെ. എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ ഈ കോൾ ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ ഒരു സംസാരത്തിൽ അധികം പ്രഷർ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറേ ആൾക്കാർ റോങ് ട്രേഡ്സ് അല്ലെങ്കിൽ ഇമോഷൻ ബേസ് ചെയ്തിട്ട് ലോസൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ആപ്പും കയ്യിലുണ്ട്, ഫണ്ടും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പല കളികൾ, 1,00,000 രൂപ ലോസ് വന്നിട്ടുണ്ടാവും. ആ 1,00,000 തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് ഒരു കണക്കില്ലാതേക്കും എടുക്കുക. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ കോൾ ആൻഡ് ട്രേഡോട് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളതിലേക്ക് വലിയ ഇൻവോൾവ് അല്ല.
നമ്മളെ ടൈം നമ്മളെ മൈൻഡ് ഭയങ്കരമായിട്ട് അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് എന്താണ് 1 രൂപ മാറി കഴിഞ്ഞാൽ ഓക്കെ ഒരു 1000 ഷെയർ നമ്മൾ വാങ്ങി 1 രൂപ മാറി കഴിഞ്ഞാൽ 1000 രൂപ ലാഭം കിട്ടിയല്ലോ എന്നുള്ള തോട്ട് വരുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നതെന്നാണ് എനിക്ക് ഓവറോൾ മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയുന്നത് കോൾ ആൻഡ് ട്രേഡ് എന്നുള്ളത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അതിന് 10 ലക്ഷം 20 ലക്ഷം ക്യാപിറ്റൽ വേണമെന്നൊന്നുമില്ല. 50,000 റുപ്പീസ് ഉള്ള ഒരാൾക്ക് പോലും കുറച്ച് ഇക്വിറ്റീസ് വാങ്ങിയിട്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കാം. സ്വിംഗ് ആയിട്ട് വിൽക്കണമെങ്കിൽ ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് വിൽക്കണമെങ്കിൽ വിൽക്കാം. അല്ലെങ്കിൽ ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കൂടി നിങ്ങളെ ഹെൽപ്പ് കോൾ ആൻഡ് ട്രേഡിൽ ഹെൽപ്പ് കിട്ടും. ഇത് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മളിപ്പം ട്രംപിൻ്റെ ടാരിഫ് ഇഷ്യൂ വന്ന സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മ നമ്മളൊരു ക്ലയൻറ്റ് ഇവിടെ ഈ ഒരു ഏരിയയിലുള്ളൊരു ക്ലയൻറ്റ് തന്നെ പുള്ളി ഓപ്ഷൻസിൽ 13,000 റുപ്പീസ് അശ്വിന് ഓർമ്മ ഉണ്ടാവും. പുള്ളി 13,000 റുപ്പീസിന് ലോട്ടറി അടിച്ചത് തന്നെ. അത് ആ ഒരു സെനേറിയോ പുള്ളിക്ക് എന്നിട്ട് വിൽക്കാൻ പറ്റിയില്ല. ഓർഡർ സ്ലൈസിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമ്മൾ 50-60 ക്വാണ്ടിറ്റി ഒക്കെ 60 ലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 60 ലോട്ട് വിൽക്കാൻ പറ്റില്ല. പുള്ളി 13,000-14,000 രൂപ കൊടുത്തിട്ട് കുറച്ച് കോള് വാങ്ങി. അത് പോയി നിൽക്കുന്ന 13 ലക്ഷത്തിലാണ്. 15,000 രൂപക്ക് വാങ്ങി കോള് പോയി 13. പക്ഷേ അത് വിൽക്കാൻ പറ്റുന്നില്ല. അത് രാവിലെ ഇവിടെ വീട്ടിൽ നിന്നും കൂടി വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ ലാഭം 8 ലക്ഷം 7 ലക്ഷമായിട്ട് മൈനസായി കുറഞ്ഞു. 5 ലക്ഷത്തോളം പുള്ളി ലാഭം കുറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പിന്നെ ഒരിക്കലും വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വീഡിയോ കാണുന്നത് ആർക്കും 15,000 ഇട്ടിട്ട് 10 ലക്ഷം 15 ലക്ഷം കോൾ ആൻഡ് ട്രേഡിലാവാൻ പോകുന്നില്ല. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടേ പോകുള്ളൂ. മറ്റേത് 10 ലക്ഷം ഇട്ടിട്ട് 0 ആവാൻ സിമ്പിളാണ്. അത് നമ്മൾ നോക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു എവരിവൺ. താങ്ക്സ്.